പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതൊക്കെ ആമേൻ നമ്മൾ അറിഞ്ഞു ചെയ്യുമ്പോൾ ദൈവം അതിനകത്ത് പ്രസാദിക്കും. ആമേൻ സ്തോത്രം. മറ്റുള്ളവർക്ക് സന്തോഷമായി തീരും. അതിനായിട്ട് നമ്മൾ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വി എം പാസ്റ്റർ ആമേ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ആമേ സാന്നിധ്യം ആമേ സ്തോത്രം ഞങ്ങൾക്ക് സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് ദാസനെ അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ആമേ സ്തോത്രം നമുക്ക് കർത്തമേശ മുൻപിലുണ്ടല്ലോ. ആമേൻ. എബ്രായ ലേഖനം 12-ാം അധ്യായം എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 12:2. അവിടെ വായിക്കുന്ന ഒറ്റ ഭാഗമേ ഞാൻ വായിക്കുന്നുള്ളൂ. മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ, സ്ഥിരതയോടെ ഓടുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മുമ്പിൽ നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ. ആമേൻ സ്തോത്രം. ഭാരപ്പെടുന്നുവെങ്കിൽ അടുത്ത വാക്യത്തിലുണ്ട്, പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിനെ നോക്കി നമ്മുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലെറ്റ് us run with patience. ആമേൻ. ഹല്ലേലൂയ. The particular race that God has set before us. അല്ലേ? ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ പ്രത്യേക ഓട്ടം. പ്രൈസ് ദി ലോർഡ്. അത് ആർക്കും നമുക്ക് നിർത്താനായിട്ട് കഴിയുകയില്ല. ആമേൻ സ്തോത്രം. മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം മറ്റൊന്നിനുമല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് അവിടെ പറയുന്നുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിന് മുമ്പിൽ ഒരു ഓട്ടം വെച്ചിരുന്നു. അത് സ്ഥിരമായി ഓടുവാൻ തക്കവണ്ണം കർത്താവിന് ഇടയാക്കി. എന്നാൽ പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. വെല്ലുവിളികൾ കണ്ടുകൊണ്ട് മറത്തുപോയില്ല, മന്ദീഭവിച്ചില്ല, തണുത്തുപോയില്ല. ആ വെല്ലുവിളിയുടെ ഒക്കെ മധ്യത്തിൽ അവനെ ഓടുവാൻ സഹായിച്ച വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു സന്തോഷത്തെ ഓർത്തുകൊണ്ട് അവൻ ആ ഓട്ടം ഓടി തികയ്ക്കുവാനായിട്ടിടയായി. അവൻ എബ്രായ ലേഖന കർത്താവ് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. നമ്മളെ കർത്താവ് വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ മുൻപിൽ ഒരു വലിയ വിടുതൽ കർത്താവ് വെച്ചിട്ടുണ്ട്, സാധ്യതകൾ വെച്ചിട്ടുണ്ട്. അവൻ സ്തോത്രം. എല്ലാവരെയും വിളിച്ചിട്ടില്ല. അവൻ വിളിച്ച ദൈവമക്കളോടായിട്ട് കർത്താവ് പറയുകയാ. എബ്രായ ലേഖന കർത്താവ് പറയുന്നത് മറ്റാരോടുമല്ല. അവൻ he is giving the instruction to the believers. അവൻ Hebrew Christians. Hallelujah. അവൻ അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അവൻ വിശ്വാസികളോടായിട്ട് പറയുകയാ. അവൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ മങ്ങിപ്പോകരുത്. കാരണം ഇന്ന് പാടിയതുപോലെ അവൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അവൻ കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ ഭാരത്തെ മാറ്റുന്ന, നമ്മുടെ പ്രയാസത്തെ മാറ്റുന്ന ഒരുവൻ ഇന്ന് രാവിലെ കാലവും നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ ഭാരങ്ങളെ മാറ്റി നമ്മുടെ വിടുതലയച്ച് ശക്തിയോടുകൂടി നമ്മളോട് ഇടപെടുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് അവൻ മുൻപിലുള്ള വെല്ലുവിളികളെ കണ്ട് ഭയപ്പെടുവാനല്ല, മറിച്ച് ആ വെല്ലുവിളിയുടെ മുമ്പാകെ ധൈര്യത്തോടെ നിന്നുകൊണ്ട് പറയണം, അവൻ വെല്ലുവിളിക്കപ്പുറത്ത് ഒരു സാധ്യത, ഒരു വിടുതൽ, ഒരു ദേശം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇബ്രായ ലേഖന കർത്താവില് നമുക്ക് കാണാൻ കഴിയുന്നത്, ആമേൻ, കർത്താവ് പറഞ്ഞത് മുമ്പിലിരിക്കുന്ന ഒരു സന്തോഷം, കാണിപ്പാനിരിക്കുന്ന ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സന്തോഷം പ്രാപിക്കാനായിട്ട് വേണം നമ്മൾ ഓടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനാശയോടെ നമുക്ക് ഓടിയേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അബ്രഹാം അവൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ കർത്താവ് വിളിച്ചപ്പോൾ അവൻ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്ന വാക്കുണ്ട്, 12-ാം അധ്യായം 1 മുതൽ 3 വരെ സകലതും വിട്ടിട്ട് ഇറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് കാരണമുണ്ട്. കർത്താവ് വിളിച്ചപ്പോൾ എബ്രായ ലേഖനം 11-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാണാത്ത ഒന്നിനു വേണ്ടി, ഹല്ലേലൂയ, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ വിളിച്ചു, അവൻ തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. കാണാത്തതിനെ കാണാൻ ഇന്ന് പകൽ നമ്മൾ യാത്ര ചെയ്തേ പറ്റുകയുള്ളൂ. കാണുന്നതിനെ കാണുവാനല്ല, ആവേശം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നതിനെ, പ്രൈസ് ദി ലോർഡ്, ഒരു പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്, അതിനെ കാണല്ല. കാണാത്ത ഒന്നിനെ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒന്നിനെ കാണുവാൻ തക്കവണ്ണമായി അവൻ കർത്താവ് പറയാ, ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ ഇവിടെ വിട്ട് പുറപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ നീ വിടേണ്ടത്? ആമേൻ. ഹല്ലേലൂയ. എന്തിനാ നീ വിടേണ്ടത്? ആമേൻ. കാണിപ്പാനിരിക്കുന്ന ദേശം നിനക്ക് കാണണമെങ്കിൽ നീ ഇവിടുന്ന് പുറപ്പെട്ടേ പറ്റുകയുള്ളൂ. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവമേ, കാണിപ്പാനിരിക്കുന്ന ദേശം കാണണമെങ്കിൽ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന്
നാം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് ഓടിയെങ്കിലേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ആമേൻ. ഒന്ന്, നിനക്ക് നിൽക്കേണ്ടടുത്ത് തന്നെ നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമേ, ഞാൻ നിന്നെ വിളിച്ചു, നിന്നെ തെരഞ്ഞെടുത്തു. ആമേൻ. there is two options. You can be still there. No need. But the second option, ആമേൻ, ഹല്ലേലൂയ, you have to go forward. ഇത് രണ്ട് വേണമെങ്കിലും നിനക്ക് നമുക്ക് തിരഞ്ഞെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവ് വളരെ വ്യക്തമായി പറയുന്നത്, ആമേൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നിൽക്കുന്നെങ്കിൽ നിന്നോ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ കാണിപ്പാനിരിക്കുന്നത് കാണണമെങ്കിൽ, ആമേൻ, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ഓടിയെങ്കിലേ പറ്റുകയുള്ളൂ. നീ മുന്നോട്ട് പോയെങ്കിലേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആയിരിക്കുന്ന അവസ്ഥയെല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞ് ഇരിക്കുവാനല്ല, അതിനപ്പുറത്ത് ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്ന, നീ കാണാത്ത, നീ ചിന്തിക്ക ഒരു സന്തോഷത്തെ എന്റെ ദൈവം, നീ കാണാത്ത ഒരു സാധ്യതയെ ദൈവം, നീ കാണാത്ത ഒരു അത്ഭുത പ്രവൃത്തിയെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മതി, ഇതൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ മതി, അനുഭവിച്ചത് മതി, തൃപ്തി. ഇനി കാണാത്ത ദേശമൊന്നും കാണണ്ട എന്ന ചിന്തയുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കാണാത്ത വിടുതലുകളും കാണാത്ത കൃപകളും കാണാത്ത കൃപാവരങ്ങളും ദൈവമക്കളെ, ഹല്ലേലൂയ. രണ്ട് പാട്ടുപാടി ആമേശ്വര ഭാഷ പറഞ്ഞുകൊണ്ട് നിർത്തുന്നതല്ല, അതിനേക്കാൾ അപ്പുറമായി കാണാത്ത ചില കൃപകളും കൃപാവരങ്ങളും, ഹല്ലേലൂയ. ഓ, കാണാത്ത ചില അഭിഷേകത്തിന്റെ നിറവുകൾ, അവയെ ചില വിടുതലുകൾ എനിക്കും നിനക്കും വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അങ്ങനെ പുറപ്പെടണമെങ്കിൽ നമുക്കൊരു ആശ്രയം ഉണ്ടായിരിക്കണം. ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആമേൻ എബ്രായലേഖന കർത്താവ് 11-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിനുറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസം എന്നത് മുമ്പിൽ കാണുന്നത് എനിക്ക് കിട്ടുമെന്നുള്ള പറയുന്നതിനല്ല. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞു, അതൊന്നും വേണ്ടതല്ല. എന്നാൽ നീ കാണാത്ത ചിലത്, ചിന്തിക്കാത്ത ചിലത്, അവൻ ചില വിടുതലുകൾ നിനക്ക് വേണ്ടി മുമ്പിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അവൻ അത് പ്രാപിക്കുവാൻ, അതാ വിശ്വാസം. വിശ്വാസം എന്നതോ ആശ്രയിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. എന്തിനാ കാണാത്ത കാര്യങ്ങൾ? അവൻ കർത്താവ് വിളിച്ചപ്പോ പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ സീനായി പർവ്വതത്തിന്റെ അടിയിൽ, ആമേൻ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ആമേൻ. they came together under the Sinai mountain and they were there around 1 year and they were satisfied with the manna and water. Praise the Lord. Amen. There were no enemies because the mountain was surrounded them and the mountain were protected them from all the enemies. So there was no worry. ആരും ആക്രമിക്കാനുമില്ല. തക്ക സമയത്ത് ആഹാരവുമുണ്ട്. ആമേസ്തർ ഇതുവരെ കൊണ്ടുവന്നു. ആമേൻ. ഇതൊക്കെ തിന്നെന്ന് പറഞ്ഞാലും മന്ന സമയത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ ഫോമൊക്കെ മാറ്റണമെന്ന് പറഞ്ഞു. എങ്കിലും ആമേൻ, ദൈവമക്കളെ സ്തോത്രം, അവിടെ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഒരു വർഷമായപ്പോൾ എക്സോഡസ് 33 നമുക്ക് കാണാൻ കഴിയും. God was telling to Moses, this is the time to go forward. Praise the Lord. കർത്താവ് ഇവിടെ ഇരുന്നാ പോരായോ? ഇതല്ല നിന്റെ വാഗ്ദത്തം. ഞാൻ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശമുണ്ട്. Praise the Lord. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും തരത്തിൽ when you satisfied with what you have is not the promise of God. Amen. He is preparing something, prepare something before you. Amen. Some impossibility to possible. Amen. ചില യാഥാർത്ഥ്യങ്ങൾ, ചില സാധ്യതകൾ, ചില പോസിബിലിറ്റീസ് എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഉള്ള രോഗമുണ്ട്, അതിനൊക്കെ മരുന്നൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കാം. ഇതൊക്കെ ക്ഷീണമൊക്കെ ഉണ്ട്, അതങ്ങനെ ഇരിക്കട്ടെ. അല്ലല്ല, അതിനല്ല വിളിച്ചത്. ഇന്ന് പകൽക്കാലം ഡോക്ടർമാരുടെ വിധിയെ മാറ്റി എഴുതുന്ന, തത്വശാസ്ത്രത്തിന്റെ വിധിയെ മാറ്റി എഴുതുന്ന, എക്കണോമിസ്റ്റുകളുടെ വിധിയെ മാറ്റി എഴുതുന്ന ചില സാധ്യതകൾ അതിന് മുമ്പിൽ എന്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. എന്റെ പ്രിയ മക്കളെ, തലമുറകളെ കുറിച്ച് അവരോട് ഇടപെടുന്നവർ ചില വിധികൾ എഴുതിയേക്കാം, മാതാപിതാക്കൾ ചില വിധി എഴുതിയേക്കാം. എങ്കിലും ഹല്ലേലൂയ, അവൻ അപ്പുറമായി അവൻ കാണിപ്പാനിരിക്കുന്ന ഒരു സാധ്യത എന്റെയും നിന്റെയും തലമുറയുമേൽ എന്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഇന്ന് പകൽ പുറപ്പെടണം. എവിടുന്ന് പുറപ്പെടണം? ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്. എന്തായിരിക്കുന്ന സ്ഥാനം? പാട്ടുണ്ട്, സൺഡേ കൂടി വരുന്നുണ്ട്, സാക്ഷ്യമുണ്ട്, കൂട്ടായ്മയുണ്ട്, എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതല്ല, അതുകൊണ്ട് തൃപ്തിപ്പെടാനല്ല.
ആമേ എത്രത്തോളം ഓടുവാൻ ആമേ വാഞ്ചയോടെ ഇന്ന് കേട്ടതുപോലെ ദൈവവചനത്തെ കുറിച്ചൊരു വാഞ്ച, ആമേ നമ്മുടെ സഭയെ കുറിച്ചൊരു വാഞ്ച, ഓ നമ്മുടെ രക്ഷയുടെ അനുഭവത്തെ കുറിച്ചൊരു വാഞ്ച, അത് പുതുക്കി പണിയുന്ന ഒരു അനുഭവമായി. കർത്താവ്, ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നില്ല. ആമേ വെല്ലുവിളികളുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ നമുക്ക് കാണാൻ കഴിയും അവിടെ. ഹല്ലേലൂയ. If you don't ready to go forward, you will be in slowness. മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു ആത്മീക മന്ദത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. Praise the Lord. Hallelujah. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആത്മീക ദർശനം നഷ്ടപ്പെടുവാൻ, മന്ദത, മുരടിപ്പ്, ഇതൊക്കെ കണ്ടുകൊണ്ട് മനസ്സിലാക്കണം, കാണിപ്പാൻ ഇരിക്കുന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. Praise the Lord. ഇന്ന് പകൽക്കാലം ഒരു ആത്മീക മന്ദത ഭവിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ, ദൈവസഭയോട് ദൈവാത്മാവ് ശക്തമായി പറയുക, ഇതിനല്ല കർത്താവ് വിളിച്ചത്. നിന്റെ മേൽ ചില ആത്മീക ശക്തികളും കൃപകളും കൃപാവരങ്ങളും പകരുവാനാണ് ഞാൻ വിളിച്ചത്. അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതാ ഞാൻ വിളിച്ചപ്പോൾ കാണിപ്പാനിരിക്കുന്ന ഒരനുഭവം ഇന്ന് പകൽക്കാലം മനസ്സിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് മന്ദീഭവത്തെ മാറ്റി മാന്യതകളെ നീക്കി ഒന്ന് പുറപ്പെടുവാൻ, ഒരു സ്റ്റെപ്പ് കാലെടുത്ത് വയ്ക്കുവാൻ ഞാനും നീയും തയ്യാറാകുന്നുവെങ്കിൽ, praise the Lord. Hallelujah. ആമേൻ, സ്തോത്രം. ആത്മീയമായ ഭൗതികമായതും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവമക്കളെ, ആത്മീയമായത് മാത്രമല്ല. ആമേൻ, ചിലര് ഭൗതികം മാത്രമേ പറയാറുള്ളൂ. ഇല്ല, ആത്മീയമായത് ചിലത് എന്റെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും അവൻ ഇപ്പോൾ അനുഭവിക്കുന്ന കൃപയല്ല, ഇപ്പോൾ അനുഭവിക്കുന്ന കൃപാവരങ്ങളല്ല, ഇപ്പോൾ അനുഭവിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയല്ല. ഞാൻ വ്യക്തമായി പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശക്തിയുടെ വ്യാപാരത്തെക്കാൾ അധികമായി ഈ ദിവസങ്ങളിൽ എനിക്ക് എന്റെ കുടുംബത്തിന് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ ഇരുന്ന ഇരിപ്പിൽ നിന്ന് അവൻ മുന്നോട്ട് പോകുവാൻ അതത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. വെല്ലുവിളിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നോട്ട് പോകണമെങ്കിൽ വെല്ലുവിളിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കണം. പ്രൈസ്. എങ്ങനെയാ കർത്താവ് മുന്നോട്ട് പോകുന്നത്? ആമേൻ. ഞങ്ങൾ ഒത്തിരിയാളായിട്ട് പ്രാർത്ഥിക്കുന്നല്ലോ. വെയിറ്റ് ഫോർ ദിസ് വെരി പേഷ്യന്റ്ലി. അതിനായിട്ട് കാത്തിരിക്കണം. മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണാൻ തക്കവണ്ണം കർത്താവ് തരേണ്ടതിന് ക്ഷമയോടെ കാത്തിരിക്കുവാൻ. ആമേൻ. കാത്തിരിക്കുമ്പോൾ രണ്ടാമത് the possibility, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ചില ദൂതുകൾ നിന്നോട് പറയും, ആലോചനകൾ തരും. ആമേൻ. അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകാതെ അതിനെ പോസിറ്റീവായിട്ട് അംഗീകരിച്ച് യാത്ര തുടരണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ വിളിച്ചു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാണിപ്പാനിരിക്കുന്ന ദേശം കാണാൻ തക്കവണ്ണം ഒത്തിരി യാത്ര ചെയ്തു. ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വളരെ പേഷ്യന്റ് ആയിട്ട് ഇല്ല. അപ്പൊ നിങ്ങൾ പറയും, അങ്ങനൊന്നും പുള്ളിക്കാരൻ ഇരുന്നിട്ടില്ല, ഇടയ്ക്ക് ചില കുറുക്കുഴിയൊക്കെ തരും, അതിന്റെ അനുഭവമൊക്കെ ഉണ്ടായി, അതിനെ പിന്നെ പറയാം. പ്രൈസ് ദി ലോർഡ്. അവൻ വളരെ ശക്തിയോടെ ശാന്തമായി അവിടൊക്കെ ദൈവത്തെ കാത്തിരിക്കുവാൻ, ദൈവം കാണിപ്പാനിരുന്ന ദേശത്തെ, കാണിപ്പാനിരിക്കുന്ന ആ ദേശത്തെ അനുഭവിക്കുവാൻ വളരെ വാഞ്ചയോടെ കാത്തിരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അവൻ ദൈവം തമ്പുരാൻ ചില ദൂതുകൾ നിന്നോട് പറയും, ചില ആലോചനകൾ പറയും. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കുവാൻ അവൻ നാം തയ്യാറാകുന്നുവെങ്കിൽ അവൻ കാണിപ്പാൻ ഇരിക്കുന്നത് അവൻ കാണിച്ചു തന്നെ അവൻ നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവിക ആലോചന കേൾക്കുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കാത്തിരിക്കുന്നതിലൂടെ മാത്രമല്ല ആമേൻ, പുറപ്പെടുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ മുന്നിൽ വെച്ചിരിക്കുന്നത് ആമേൻ നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണമായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ ദേശമാകുന്ന പുതിയ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒത്തിരി ഭാരത്തോടിരിക്കുന്നവരുണ്ട്. കുടുംബത്തിനകത്തും ചുറ്റുപാടുകളിലും ഒക്കെ ഭാരത്തോടും പ്രയാസത്തോടും ആരോടും പറയാത്ത ചില അനുഭവങ്ങളുമായി നീർന്ന ചില ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. അത് രോഗമായിരിക്കാം, തലമുറകളുടെ വിഷയമായിരിക്കാം, സാമ്പത്തിക വിഷയമായിരിക്കാം. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുൻപിൽ ചില സാധ്യതകൾ, ആ വിഷയങ്ങൾക്കെല്ലാം വിളിച്ച ദൈവം വെച്ചിട്ടുണ്ട്. ആമേൻ. അബ്രഹാമേ,
നിന്നെ വിളിച്ചെങ്കിൽ അവൻ നിന്റെ മുമ്പിൽ നീ കാണാത്തൊരു ദേശം ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നീ ഒരു വലിയ ജാതിയാകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനേക്കാൾ അപ്പുറമായി നിനക്ക് വേണ്ടി ചില സാധ്യതകളെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഒരു സാധ്യതയുമില്ലാതിരുന്നിടത്ത് അബ്രഹാം വിശ്വാസത്തോടെ സകലതും വിട്ട് പുറപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അവൻ ഏത് വിഷയത്തിലാണോ നീ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്, വളരെ ക്ഷമയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ചില നാളുകൾ നീ കാത്തിരിക്കേണ്ടതായിട്ട് വരും. എങ്കിലും ആലോചന തരുമ്പോൾ അവിടുന്ന് പുറപ്പെടുവാൻ, ഒന്ന് എഴുന്നേറ്റ് ദൈവത്തോട് അടുക്കുവാൻ, ചില ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ നീയും തയ്യാറാകുന്നുവെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ചില സാധ്യതകളെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുമെന്ന് യാതൊരു സംശയമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം. സാധ്യതകൾ എല്ലാ നിലയിലും കാണുവാൻ, അനുഭവിക്കുവാൻ എന്റെ കർത്താവ് കഴിയും. പ്രൈസ് ലോർഡ്. അതിന്റെ അർത്ഥം ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ആവേശത്തോടൊന്ന് പുറപ്പെടാം. ഹല്ലേലൂയ. പുതിയ തലത്തിലേക്ക് നമുക്കൊരു കാൽ വെക്കാം. ഹല്ലേലൂയ. ആത്മീക തലത്തിൽ ഒരു പുതിയ കാൽവെപ്പ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഒത്തിരി നാളായി പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാനല്ല, മറിച്ച് ആ പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുകൊണ്ട് കർത്താവേ, ഞാൻ ഇതുവരെ ആയിരിക്കുന്ന സ്തോത്രവും ആരാധനയും അല്ല എനിക്ക് വേണ്ടത്, ഒരു പുതിയ കാൽവെപ്പ്. ഹല്ലേലൂയ. ഇതുവരെ ആയിരിക്കുന്ന ഒരു സ്നേഹ സമയ ഇടപാടുകളല്ല, അതിനേക്കാൾ ഉപരിയായി ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വയ്ക്കുവാൻ, ആത്മിക അഭിവൃദ്ധി പ്രാപിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് വയ്ക്കുവാൻ ഞാനും നീയും തയ്യാറാകുന്നുവെങ്കിൽ എന്റെ കർത്താവ് ഇടപെടും. സ്തോത്രം. പുതിയ ആലോചനയും അത് പ്രതികരിക്കുന്നുവെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന കർത്താവ് വെച്ചിരിക്കുന്ന സന്തോഷത്തെ നമുക്ക് കാണുവാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അബ്രഹാം പ്രതികരിച്ചതുപോലെ നമുക്ക് പ്രതികരിക്കാൻ പ്രയാസമാണ്. അബ്രഹാം എങ്ങനെ പ്രതികരിച്ചത്? സകലതും വിട്ടു, അല്ലേ? അത് സ്വല്പം പ്രയാസമാണ്. കൂട്ടുകാരെയും വീട്ടുകാരെയും സമ്പത്തും ഒക്കെ വിട്ടിട്ട് അവൻ പുറപ്പെട്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവാലോചനയ്ക്ക് പ്രതികരിച്ച് നമ്മൾ മാറ്റിവെക്കേണ്ടത് ചിലതിനെ മാറ്റിവെക്കുവാൻ, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതിനെ പ്രയോറിറ്റൈസ് ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വൈകിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൂത് കർത്താവദാസനോട് കേൾക്കുവാനിടയായി. നമ്മുടെ സമയത്തെ നമ്മളൊന്ന് പ്രയോറിറ്റി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലതിനെ മാറ്റിവെക്കുവാൻ നമുക്ക് തയ്യാറാകണം. അതിന് വിലപ്പെടുത്തേ പറ്റുകയുള്ളൂ. അബ്രഹാമിനെ സംബന്ധിച്ച് ആ ദേശം, കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദേശം കാണാൻ തക്കവണ്ണം, പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായത്, അത് കാണുവാൻ തക്കവണ്ണം ഇടയായതിന്റെ കാരണം മറ്റൊന്നുമല്ല, വളരെ പ്രയാസമേറിയ ചില അനുഭവങ്ങളിലൂടെ അവൻ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അവന് മുമ്പിൽ അവൻ കണ്ടിട്ടില്ല, എങ്കിലും ആ കാണാത്തതിനെ കാണുവാൻ വെമ്പലോട് അവനൊരു പുതിയ സ്റ്റെപ്പ് വെച്ചു. മാത്രമല്ല, വിശ്വാസത്താൽ ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ഓരോ സമയത്തും ആലോചന കൊടുത്ത് അവനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി. ഒത്തിരി സമയത്ത് അവൻ തളർന്നു പോയി. അവിടൊക്കെയും അവൻ ഇറങ്ങി തിരിച്ചത് വെറുതെ ആയോ എന്ന് ചിന്തിച്ചില്ല, മറിച്ച് ആ വിഷയത്തിന് വേണ്ടി കാത്തിരുന്ന് വിശ്വാസത്തോടെ കർത്താവിന്റെ ആലോചന ഏറ്റെടുക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ കർത്താവ് ഒരു ആലോചന കൊടുത്തു. അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, യഹോവ നിനക്ക് വേണ്ടി കരുതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 14, 15, 16 അധ്യായം ഒക്കെ വായിക്കുമ്പോൾ കർത്താവ് വിളിച്ചിറക്കി, എല്ലാം കൊടുത്തു. മുന്നോട്ട് പോകുമ്പോൾ 16 അധ്യായത്തിലൊക്കെ ഇച്ചിരി മന്നതയാ പുള്ളിക്ക്. എല്ലാവർക്കും തന്നു. നീ തന്ന വാഗ്ദത്തം എനിക്ക് കിട്ടിയില്ല, ഒരു മകനെ തരാമെന്ന് പറഞ്ഞു. വയസ്സ് 99 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു മന്ദീഭവിച്ച അവസ്ഥയിൽ 17 അധ്യായത്തിലേക്ക് വന്നപ്പോൾ കാത്തിരുന്ന അബ്രഹാമിന് ഭാരപ്പെടേണ്ടി വന്നില്ല. ഒരൊറ്റ ആലോചന കൊടുത്തു. അബ്രഹാമേ, ഞാൻ നിന്റെ സർവശക്തനായ ദൈവം, പ്രൈസ് ദി ലോർഡ്, നീ എന്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 16 അധ്യായത്തിലാണ് ചില കുറുക്കു വഴികൾ തേടി പോയത്. അത് അവന്റെ ജീവിതത്തിൽ ഭാരമായി തീർന്നു. അവിടെയും അബ്രഹാം വിചാരിച്ചു, ഇതാണോ നീ കാണിപ്പാനിരുന്ന, നീ തന്ന വാഗ്ദത്തം ഇസ്മായേലാണോ? അബ്രഹാമേ, അല്ല. ഹല്ലേലൂയ. ഞാൻ സർവശക്തനാണ്. നിനക്ക് 99 എന്ന് പറഞ്ഞ് അസാധ്യമെന്ന് നീ പറയുന്നെങ്കിലും അതിനെ സാധ്യമാക്കി തരുവാൻ ഞാൻ സർവശക്തനായ ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, പല വിഷയങ്ങൾക്ക് മുമ്പിൽ നീ പതറി നിൽക്കുന്നുവെങ്കിൽ, ആ വിഷയം വന്ന് ആത്മീകമായി ഭംഗീഭവിപ്പിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഓർക്കുക, ആ
അവൻ നിന്നെ വിളിച്ച ദൈവം സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം മാത്രം നീ ചെയ്താൽ മതി, നിഷ്കളങ്കനായി നീ എന്റെ മുമ്പാകെ നടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് ഫലമായിട്ട് അവന്റെ ജീവിതത്തിൽ അനുഭവങ്ങളെ കൊടുക്കുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ആത്മീയ യാത്ര തുടങ്ങുമ്പോൾ, പുതിയ സാധ്യതകൾ നേടി അന്വേഷിക്കുന്ന വിശ്വാസത്തിൽ പുറപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, നമ്മുടെയൊക്കെ ആഗ്രഹം മുമ്പിലുള്ളത് ഒന്ന് തെളിയിച്ചു തന്നാൽ, അല്ലേ? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. മുമ്പിലുള്ളതിനെ ആമേൻ മുന്നമേ ഒന്ന് കാണിച്ചു തന്നാൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എനിക്ക് വളരെ എളുപ്പമാണ്. അതിനാണല്ലോ നമ്മൾ പലപ്പോഴും പലതരത്തിലും പലരുടെ അടുക്കലേക്ക് ഓടിപ്പോകുന്നത്. എങ്ങനെയായി തീരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. മുന്നിലുള്ളിൽ വെച്ചിരിക്കുന്നത് ആമേൻ കർത്താവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ, ആമേൻ അതൊക്കെ എൻ്റെ കൺട്രോളാണ്. കർത്താവ് എനിക്ക് തരും, അതെന്റെ കൺട്രോളിലാണെന്നുള്ള ചിന്തയാണ്. അവൻ അതെന്റെ കൺട്രോളിലാക്കിക്കൊണ്ട് പോകാൻ ഒരു ചിന്ത. ഉദാഹരണത്തിന്, ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് അത് നാളെ എന്തായി തീരുമെന്ന് എനിക്ക് കാണിച്ചു തന്നാൽ എനിക്ക് വളരെ കൂളായിട്ട് ഓക്കെ, നാളെ ഏതാണ്ട് എന്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതല്ല എന്റെ കർത്താവ് ആഗ്രഹം. കാണിപ്പാനിരിക്കുന്ന ദേശം ഞാൻ ആരെയും കാണിക്കത്തില്ല. നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം ഒരു സാധ്യത ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അത് നീ ഇന്ന് അന്വേഷിക്കേണ്ട, പക്ഷേ നീ ട്രസ്റ്റ് ചെയ്യണം, എന്നിൽ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്റെ ലോർഡ്ഷിപ്പിൽ ആശ്രയിക്കുന്നെങ്കിൽ ആമേൻ ഒറ്റ കാര്യം നീ ചിന്തിച്ചാൽ മതി. ആമേൻ. മുൻപിലുള്ളതിന് കാണിച്ചു തന്നില്ലെങ്കിൽ നീ നിരാശപ്പെടരുത്. ആമേൻ. നിന്റെ കർത്താവ് ഞാനാണെന്നുള്ള ചിന്ത നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ലോർഡ്ഷിപ്പ് ഏറ്റെടുക്കുവാൻ. എന്താ ലോർഡ്ഷിപ്പ്? ഹല്ലേലൂയ. അവൻ എന്റെ രാജാവാണെങ്കിൽ, അവൻ എന്റെ കർത്താവാണെങ്കിൽ എനിക്ക് അനുകൂലമായിട്ടേ അവൻ സകലതും ചെയ്യുകയുള്ളൂ. അവൻ ഒരിക്കലും പ്രതികൂലമായിട്ട് എനിക്ക് നിൽക്കുകയില്ല. പ്രതികൂലമെന്ന് തോന്നുന്നുവെങ്കിലും അതെനിക്ക് അനുകൂലമാക്കി തരുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ് എന്നുള്ള ഒരു ആവേദ്യമായ ബന്ധം എന്റെ കർത്താവുമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെല്ലുവിളിയിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിന്റെ വിശ്വസിച്ചു, അവനെ വലിയ ജാതിയാക്കി. അവൻ വളരെ ശക്തമായി എന്റെ കർത്താവിന്റെ ലോർഡ്ഷിപ്പിൽ വിശ്വസിച്ചു. ഇസ്രായേൽ മക്കൾ എന്ന് പകല് കേട്ടതുപോലെ പലപ്പോഴും ആ ലോർഡ്ഷിപ്പിനെ അംഗീകരിക്കാതിരുന്ന സമയങ്ങളുണ്ട്. ഒത്തിരിയൊക്കെ കിട്ടി, മഞ്ഞ കൊടുത്തു, വെള്ളം കൊടുത്തു, ചെങ്കടലിൽ. എന്നാൽ പലപ്പോഴും ലോർഡ്ഷിപ്പിനെ മറന്നിട്ട്, എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ട്, അവൻ നടത്തുവാൻ ശക്തനാണെന്നുള്ളതിനെ മറന്നിട്ട് തമ്മിൽ പിറുപിറുക്കുവാനും മറ്റു വഴികളൊക്കെ തേടുവാനായിട്ട് പോയി. അവിടെയൊക്കെ അവർക്ക് പരാജയം സംഭവിച്ചു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവമക്കളെ, നമ്മളെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവൻ നമ്മുടെ ദൈവമാണ്, അവൻ നമ്മുടെ കർത്താവാണ്, അവൻ നമ്മുടെ രാജാവാണ്. അവൻ പ്രജകൾക്ക് യാതൊരു പ്രതിസന്ധി ഉണ്ടാകാത്ത നിലയിൽ അവൻ നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് നല്ലതുപോലെ അറിയുന്ന ഈ കർത്താവ് ഒരിക്കലും നമ്മളെ തകർത്ത് കളയുകയില്ല. അവൻ മുൻപിൽ വെച്ചിരിക്കുന്ന ആ ദേശം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും കാണാത്ത വലിയൊരു പ്രവൃത്തി അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവമക്കളെ, യഥാർത്ഥത്തിൽ ആത്മീയന്റെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണുന്നതിനപ്പുറമായി സാധ്യതകളെ കാണുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. മറ്റുള്ളവർ കാണുന്നതിനപ്പുറമായിട്ടുള്ള സാധ്യതകളെ, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന സാധ്യതകളെ കാണുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വ്യഭിചാരിയായ സ്ത്രീയെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ പരീശന്മാർ ചിന്തിച്ചത്, അവർ കണ്ടത് മുന്നിൽ ഒരു മരണമാണെങ്കിൽ എന്റെ കർത്താവ് കണ്ടത് മരണമല്ല, ഒരു വലിയ സാക്ഷ്യമായി തീരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, മറ്റുള്ളവർ കാണുന്നതല്ല ആത്മീകന്റെ ദർശനം എന്ന് പറയുന്നത്. അവർ കാണാത്ത ഒരു സാധ്യത എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പലരും പല വിധികൾ എഴുതിയെങ്കിലും ആ വിധികളെ മാറ്റി എഴുതുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ചില ജീവിതങ്ങളോട് ഇടപെടുകയാ. നിന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ പലരും പറയും പ്രൈസ് തീർന്നു, എന്നാൽ അവർ കാണുന്നതല്ല എന്റെ കർത്താവ് നിന്നിൽ കാണുന്നത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയൊരു സാധ്യത, അസാധ്യത്തെ സാധ്യമാക്കുന്ന ഒരു സൗഖ്യമാണ് നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ടെൻഷനുകളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പലരും ഭാരങ്ങളും പ്രയാസത്തോടെ ആയിരിക്കുമ്പോൾ
അത് നമ്മളെ ഭരിച്ച് നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. ദൈവം ഇതിനേക്കാളൊക്കെ അപ്പുറമായി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സാധ്യതകളെ കാണാൻ കഴിയാത്തത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസ കണ്ണുകൾ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് പറയണം, എനിക്ക് കാണിപ്പാനിരിക്കുന്ന എന്റെ കർത്താവ് എനിക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ദേശമുണ്ട്. എന്റെ കർത്താവ് എനിക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയുണ്ട്. എനിക്ക് എന്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു സൗഖ്യമുണ്ട്. വിശ്വാസത്തോടെ പറയണം, എനിക്ക് എന്റെ കർത്താവ് എന്റെ തലമുറയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു നന്മയുണ്ട്. എന്റെ ശുശ്രൂഷയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു നന്മയുണ്ട്. അത് മറ്റു പലരും പലതും പറഞ്ഞാലും അതിനപ്പുറമായി എനിക്ക് വേണ്ടി കാണാത്ത ഒന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുള്ള പൂർണ്ണമായ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് നിരാശ നമ്മളെ ഭരിച്ചിട്ട് ഹല്ലേലൂയ ശരീരത്തെ കെടുത്തി ഹല്ലേലൂയ ക്ഷീണിപ്പിച്ച് ആത്മീക മന്ദത അനുഭവിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു ഉണർവ് പ്രാപിപ്പാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എനിക്ക് കാണിപ്പാൻ ഇരിക്കുന്ന എന്റെ ഒരു സൗഖ്യത്തിനായി എന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഈ സൗഖ്യത്തെ ഞാൻ കാണുന്നു, ഈ നന്മയെ ഞാൻ കാണുന്നു, ഈ വിടുതലിനെ ഞാൻ കാണുന്നു, ഈ ആത്മീയ ശുശ്രൂഷയെ ഞാൻ കാണുന്നു എന്ന്, ആത്മീയ കൃപകളെ ഞാൻ കാണുന്നു എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ ദൈവങ്ങളെ സ്തോത്രം നടത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ ഹല്ലേലൂയ അത്ഭുതം കാണുവാൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം കണ്ടുപിടിക്കാൻ കഴിയാതെ പ്രൈസ് ദി ലോർഡ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ സ്തോത്രം ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ദൈവം ഒരു വാഗ്ദത്തം തന്നു. പ്രൈസ് നീ ഉള്ളതെല്ലാം വിട്ടിട്ട് പുറപ്പെട്ടു. നീ ക്ഷമയോടെ കാത്തിരിക്കുകയാ. എന്തിനു വേണ്ടിയാ? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം നിനക്ക് പ്രാപിക്കുവാൻ. എന്തിനു വേണ്ടിയാ നീ കാത്തിരിക്കുന്നത്? നിന്നെ നിരാശ ഭാരപ്പെടുത്തുന്ന അനുഭവം എന്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നീ കാണാത്ത ചില സാധ്യതകൾ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നീ കാത്തിരിക്കുകയാ. ഹല്ലേലൂയ. അത് ഒരിക്കലും എന്റെ കർത്താവ് മാറ്റിക്കളയുന്നവനല്ല. അവൻ നീങ്ങിപ്പോകുന്ന ദൈവമല്ല, അവൻ വിടുവിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. പലപ്പോഴും അത് കാണാതെ വണ്ണം നമ്മളെ സ്റ്റക്കാക്കുന്ന ചില വിഷയങ്ങളുണ്ട്. നമുക്കൊരു സ്റ്റെപ്പ് ആത്മീകമായി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത നിലയിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഹിൻഡ്രൻസ് ആയിട്ട് തടങ്ങലായിട്ട് നിൽക്കുന്ന ചിലതുണ്ട്. പ്രൈസ് അതൊക്കെ ചില നിസ്സാര കാര്യങ്ങളാണ്. ആ നിസ്സാര കാര്യങ്ങളാണ് ഇത് വിശ്വസിപ്പാൻ തക്കവണ്ണം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ തക്കവണ്ണം നമ്മളെ തടസ്സമാക്കുന്നത്. എന്താണ് അതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് അറിയാമോ? പ്രൈസ് ഹല്ലേലൂയ. പ്രൈസ് ഹല്ലേലൂയ. പ്രൈസ് നമ്മൾ പലതിലും ഇറിറ്റേറ്റഡ് ആയി പോകാറുണ്ട്. പ്രൈസ് പ്രാർത്ഥിച്ചു, ഒരു വിടുതൽ കിട്ടുന്നില്ല. ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളിൽ, ജോലി ഭാരങ്ങളിൽ, തെറ്റിദ്ധാരണകൾ, വറീസ്, ആകാംക്ഷ, ആൻസൈറ്റി, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശാഠ്യങ്ങൾ വരെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരുടെ ശാഠ്യങ്ങൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെയും മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ, ഈ ചെറിയ കാര്യത്തിൽ തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കാണേണ്ടത് എനിക്ക് വേണ്ടി ദൈവം ഞാൻ കാണാതെ ഒരുക്കിയിരിക്കുന്ന ഒരു സാധ്യതയാണ് ഞാൻ എന്റെ മുന്നിൽ കാണുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അവസ്ഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ ആത്മീകമായി മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുന്ന ഈ അനുഭവത്തിൽ തന്നെ മന്ദീഭവിച്ചിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് സ്റ്റക്കാക്കി നിർത്തുന്നത് ഈ ഏതെങ്കിലും ചെറിയ വിഷയങ്ങളാണെങ്കിൽ അതിനെ മറികടന്ന് ഇന്ന് പകൽക്കാലം നമുക്കൊരു ദർശനം പ്രാപിക്കാം. കർത്താവ് എനിക്ക് വേണ്ടി ഇതിനപ്പുറത്ത് ഞാൻ കാണാത്ത ഒന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനു വേണ്ടി എന്റെ കർത്താവ് വിളിച്ചു വേർതിരിച്ചത്. ഒരു സൗഖ്യം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, ഒരു നന്മ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു വലിയ നിത്യത എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു ആശ, ആ ഒരു പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എത്ര കഷ്ടങ്ങൾ ഉണ്ടായാലും അത് നിസ്സാരമാണെന്ന് കണ്ടുകൊണ്ട്, അത് ക്ഷണികമാണെന്ന് മനസ്സിലാക്കി, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാണിപ്പാനിരിക്കുന്ന ഒരു ദേശം, ആ ഒരു നിത്യത എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുവാൻ, ആ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ഈ ഭൂമിയിലെ ഒരു നിരാശാജനകമായ വസ്തുതകളും നിൽക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. Praise the Lord. Hallelujah. വിശ്വാസത്തോടെ യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ ദൈവമക്കളെ ആ മന്ദത നമ്മളെ ഭവിക്കുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു പ്രൈസ് ദി ലോർഡ് കാൽവറിയിൽ അനുഭവിക്കുന്ന വേദനകളും ഭാരങ്ങളും
ആമേൻ. സ്തോത്രം. ആ ഒരു ഉദാഹരണത്തോടെ ഞാൻ നിർത്താൻ പോയി. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വലിയ സാധ്യത മുന്നിൽ കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ആമേൻ, സ്തോത്രം, പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തണം. അവന്റെ എല്ലാ പ്രവൃത്തികളിലും ആമേൻ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ പരീക്ഷകളെ അതിജീവിച്ചു, പ്രതിസന്ധികളെ തരണം ചെയ്തു. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എന്റെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവസാനത്തുള്ളി ചോര വരെയും ചീന്തുവാൻ അവൻ സന്നദ്ധനായിരുന്നു. എന്തിനെന്നറിയാമോ? എന്റെ മുമ്പിലുള്ള സന്തോഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്റെ പിതാവിനെ മഹത്വപ്പെടുത്തണം. അതാണ് എന്റെ കർത്താവ് എന്നെ കാണിക്കാനിരിക്കുന്ന അവസ്ഥ, സാധ്യത അതാണ്. അത് മനസ്സിലാക്കിയിട്ട് പ്രൈസ് അവനെ തടയുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവൻ വിജയം നേടുവാനായിട്ടിടയായി. പ്രൈസ് കാൽവറിയിലേക്ക് നടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക ദൈവമക്കളെ, ഉന്നതമായ സിംഹാസനങ്ങളെ വെടിഞ്ഞ്, രാജത്വം വെടിഞ്ഞ്, മനുഷ്യവേഷം ധരിച്ച് എന്റെ കർത്താവ് ഭൂമിയിലേക്ക് വന്ന് ജീവിച്ച് കഷ്ടപ്പെട്ട് മനുഷ്യ രൂപമെടുത്ത് മനുഷ്യനായി തീർന്ന് അവൻ നമ്മളോട് സമസ്വഭാവമുള്ളവനായി മാറി. അവനെങ്കിലും പാപം ചെയ്യാതെ ഡിവൈനായി അവൻ തീർന്നു. അവൻ മനുഷ്യനായി അവതരിച്ച് എല്ലാ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും അവന്റെ ഉള്ളിലുള്ള സന്തോഷം എന്ന് പറയുന്നത് അവനെ നിരാശപ്പെടുത്താതിരുന്നത്, അവന്റെ യാത്രയെ തടയാതിരുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വലിയ സന്തോഷത്തിന്റെ അനുഭവം എന്റെ മുമ്പിലുണ്ടെന്ന് മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനായ അനുഭവത്തിൽ പലപ്പോഴും പറഞ്ഞ്, കർത്താവ് ഇതൊന്ന് മാറ്റി തരാമോ? മറ്റുള്ളവരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിൽ നമ്മൾ പറയാറില്ലേ, എന്റെ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്റെ വിഷയത്തിന്മേൽ ഹല്ലേലൂയ, ഈ പ്രതിസന്ധി പ്രൈസ് ഞാൻ പോകുന്നത്, ഈ വിശ്വാസ യാത്രയിൽ എന്നെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. എന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക വിഷയങ്ങളുണ്ട്, ജോലിഭാരങ്ങളുണ്ട്, തലമുറയുടെ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ എന്നെ വെല്ലുവിളിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, നമ്മൾ ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാറില്ലേ? രാവിലെ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട് 5:30. ആമേൻ. ലേഡീസ് സിസ്റ്റർ പ്രൈസ് വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാറുണ്ട്. എന്താ ഈ പ്രാർത്ഥിക്കുന്നേ? കർത്താവേ, അതൊന്ന് മാറ്റി കൊടുക്കണമേ, അതിനൊന്ന് സമയത്തിന് പരിഹാരം കൊടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, ഇതിൽ നിന്നും വിടുതൽ തന്നില്ലെങ്കിലും, നാം വിടുതൽ അനുഭവിച്ചില്ലെങ്കിലും, മുൻപിൽ എനിക്ക് കാണിപ്പാനിരിക്കുന്ന ഒരു സാധ്യതയുണ്ട്. എന്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന വലിയൊരു നിത്യതയുണ്ട്. അതിനുവേണ്ടിയാണ് എന്നെ വിളിച്ചതെന്നുള്ള വലിയ പ്രത്യാശ എന്നെ നിന്നെ ഭരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു ഈ ദിവസങ്ങളിൽ. ചാൾസ് കിർക്കില്ലേ, വലിയൊരു ചോദ്യചിഹ്നം. ആമേൻ. ചെറുപ്പക്കാരായ എന്റെ കുഞ്ഞൻ മകൻ വരെ, പ്രൈസ്, നമ്മുടെ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന ചെറുപ്പക്കാരെല്ലാവരും അവരുടെ കണ്ണിൽ നിന്ന് ധാരധാരയെ ഒഴുകുന്നത് കാണാൻ കഴിയും. എന്താ? എന്നിട്ട് ചോദ്യമാണ്, എന്താ കർത്താവ് അങ്ങനെ ചെയ്തേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹത്തിന്റെ വൈഫിന്റെ സാക്ഷ്യം നാം കേട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ ഇതൊന്നും തടയുന്നില്ല, അവൾ മുന്നോട്ട് തന്നെ പോകാൻ തയ്യാറാണ്. കാരണം അവന് കാണിപ്പാനിരുന്നൊരു ദേശമുണ്ട്, ഒരു സാധ്യതയുണ്ട്. അത് ഭൂമിയിൽ വെച്ച് അസ്തമിക്കുന്നതല്ല. ദൈവങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസത്തോടെ സ്ഥിരതയോടെ ഓടുവാൻ എന്നെയും നിന്നെ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ, ഒത്തിരി വെല്ലുവിളികൾ നമ്മളെ സ്റ്റക്ക് ചെയ്യുമ്പോഴും അതിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, എന്താ കൂട്ടായ്മയ്ക്ക് വരാത്തത്, എന്താന്ന് പ്രാർത്ഥിക്കാത്തത്, എന്താ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്തത്, ഒത്തിരി കാര്യങ്ങൾ പറയും. അതൊക്കെ ചെറിയ നിസ്സാരമായ കാര്യങ്ങളാ. പ്രകോപനങ്ങളോ പ്രതിസന്ധികളോ വറീസോ ടെൻഷനുകളോ ഇതൊക്കെ കൊണ്ട് നമ്മളൊന്ന് മാറാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സഹോദരി, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴും ഉറച്ചു നിന്ന് സാക്ഷിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. അവൻ കാണിപ്പാനിരിക്കുന്ന ഒരവസ്ഥ, ഒരു സാധ്യത എൻ്റെ മുമ്പിലുണ്ട്. അവൻ കാണിപ്പാനിരുന്ന സാധ്യതയിലേക്ക് കടന്നുപോയെങ്കിൽ പിന്മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത് യുവക്കളെ, എൻ്റെ കർത്താവായ യേശുക്രിസ്തു അത് തന്നെയാ പറഞ്ഞത്. അവൻ ഈസി ആയിട്ട് ആ കാൽവറി ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാമായിരുന്നു. എങ്കിലും ഹല്ലേലൂയ, അവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഞാനും നിങ്ങളുമാ.
ഓ ഗ്ലോറി. ആമേ സ്തോത്രം. ജനിക്കുന്നതിന് മുമ്പ് ആമേ 2025 വർഷത്തിന് മുമ്പ് എന്നെ അവന്റെ ഹൃദയത്തിൽ കണ്ടു. ഹല്ലേലൂയ. ഇവൻ ഇവിടെ നിൽക്കുമെന്ന് അവന്റെ കർത്താവിന്റെ ഹൃദയത്തിൽ കണ്ടു. അതായിരുന്നു അവന്റെ വലിയ സന്തോഷം. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ കൂടി വരുമെന്നത് എന്റെ കർത്താവ് കണ്ടു. അതാണ് അവന്റെ വലിയ സന്തോഷം. ഹല്ലേലൂയ. ആ സന്തോഷം മുൻപിലുള്ളപ്പോൾ അവൻ ഒരു ക്രൂശിനും ഒരു തുപ്പലിനും ഒരു അടിക്കും അവൻ പീഡനത്തിനും അവനെ തടഞ്ഞു വെക്കാൻ കഴിയുന്നില്ല. അവന്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുവാൻ എന്താ കാരണം? മുൻപിൽ വെച്ചിരിക്കുന്ന സാധ്യത ഓർത്താൽ. Glory, hallelujah, praise the Lord. ആമേൻ. വേറൊരു സുവിശേഷം നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നുണ്ട്. ഇതൊന്നുമില്ല, കഷ്ടതയില്ല, എല്ലാം പ്രോസ്പെരിറ്റി. നോ, ഹല്ലേലൂയ. ആമേൻ. നീ ആഗ്രഹിക്കുന്നത് മുഴുവൻ നേടിത്തരുന്ന ഒരു സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ്. കാണാത്തതല്ല എന്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. കാണാത്തതായ ഒരു നിത്യത എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ട് ഉള്ളത് തരത്തില്ലെന്നല്ല. അവൻ ദൈവം തമ്പുരാൻ കൈവിടുന്ന ദൈവമല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരുന്ന ഒരു കർത്താവ്. അവൻ ദരിദ്രന്മാരുടെ പീഡ നിമിത്തം, അവൻ ദീർഘശ്വാസം നിമിത്തം എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ വിടുവിക്കുക തന്നെ ചെയ്യും. Praise the Lord. Hallelujah. Hallelujah. വിടുതൽ കണ്ടില്ലെങ്കിലും ഇന്നാരെങ്കിലും പുറകോട്ട് പോകുന്നുവെങ്കിൽ, ആത്മീക ജീവിതത്തിൽ ഒരു മന്ദത അനുഭവിക്കുന്നുവെങ്കിൽ, Amen. If you are going back from the spirituality, from the worship and praying and fasting, Amen, come and go forward. Hallelujah. Amen. There is a reward in front of you that God has prepared in you. Amen. So hallelujah. For that we have to go forward. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വലിയ സന്തോഷത്തെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാമിനെ പോലെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവനെ മാത്രം വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ കുടുംബശ്രേഷ്ഠതയല്ല എന്നെ വിളിച്ചു വേർതിരിച്ചത്. നമ്മളെ വിളിച്ചു വേർതിരിച്ച ദൈവം, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വലിയ കൃപയ്ക്ക് ആ ഭാഗ്യ പദവിക്ക് യോഗ്യരായെങ്കിൽ എന്റെ ദൈവം വഴിയിലിട്ടു പോകുന്ന കർത്താവല്ല. അവൻ ആ വലിയ ഭാഗ്യ പദവിയിൽ ആമേ കുടുംബത്തിൽ നിന്ന് പുറക്കിയെടുത്ത്, മറ്റു സഹോദരങ്ങളിൽ നിന്നെ പുറക്കിയെടുത്ത് എന്റെ ദൈവം കാണിപ്പാൻ ഒരു ദേശം ഒരുക്കി, സാധ്യതകൾ ഒരുക്കി വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ, അവൻ ഇന്ന് പകൽക്കാലം നിന്നെ പിന്നോട്ട് വലിക്കുന്ന ഏതെങ്കിലും ചെറിയ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ഓർക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവങ്ങളെ സ്തോത്രം. ആത്മാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നൊന്ന് സ്തോത്രം പറയുവാൻ ഇന്ന് പകൽക്കാലം കഴിയുന്നില്ലെങ്കിൽ, Amen. If you are not able to give thanks to the Lord with full heart and full mind, listen, you are going back from the spirituality. Hallelujah. Amen. സാവധാനം വന്ന് ചോദിച്ചാൽ എന്താ കുഞ്ഞെ നീ ആരാധിക്കാത്ത? ഓ, എത്ര പാടി പ്രാർത്ഥിച്ചു. ഇല്ലില്ല, ഇന്ന് പകൽ നിന്റെ മുമ്പിൽ ഒരു സാധ്യത എന്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ തലമുറയ്ക്ക് വേണ്ടി എന്ന് മാത്രം കരയുന്നു. അവന് വിടുതലിൽ ഇല്ലില്ല, എന്റെ കർത്താവ് ഒരു സാധ്യത നീ കാണാത്തതൊന്ന് ഒരുക്കിയിട്ടുണ്ട്. രോഗശമനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു. ഇല്ലില്ല, അവൻ ഒരു സാധ്യത നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ജോലിക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നു, അവനൊരു സാധ്യത ഒരുക്കിയിട്ടുണ്ട്. വിസായ്ക്ക് വേണ്ടി അവൻ കാത്തിരിക്കുന്ന ദൈവങ്ങളെ, അതിൽ തളരുവാനല്ല, ഒരു സാധ്യത നിനക്ക് വേണ്ടി. There's a possibility in everything God has prepared for you. ഒരു സാധ്യത എന്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഇതൊന്നും പിന്നോട്ട് വലിക്കുന്നതായി തീരരുത്. അവൻ വിശ്വാസത്തിൽ അവന്റെ ലോർഡ്ഷിപ്പിൽ ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവേ, നിന്റെ ഇഷ്ടം. പിതാവ് അവസാനം പറഞ്ഞതാണ്, കഴിയുമെങ്കിൽ പാനപാത്രം മാറ്റി തരണമെന്ന് പറഞ്ഞപ്പോഴും ഇല്ല, അവയെ സന്തോഷമോർത്തവൻ മുന്നോട്ട് പോയി. അവസാനം പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ കർത്താവേ. അവസാനം ഒരൊറ്റ വാക്ക് പറഞ്ഞു, പിതാവേ, സകലതും നിവർത്തിയാണ്. എനിക്ക് നിന്നെ മഹത്വപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. എന്നെ അയച്ചതിന്റെ ഉദ്ദേശം, എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം, കർത്താവേ, എനിക്ക് ഹല്ലേലൂയ, നീ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഞാൻ കാണുകയാ. ഇന്ന് പകൽക്കാലത്ത് നിന്ന് ഭാഗമാക്കുമ്പോൾ ദൈവങ്ങളെ ഏതെങ്കിലും വസ്തുതകൾ നിന്നെ പുറകോട്ട് വലിക്കുന്നുവെങ്കിൽ,
എനിക്ക് നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത് രക്തമൊഴുക്കി തന്ന് അവര് സാധ്യത മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് പറന്നു പോകാതെ ഏതെങ്കിലും വിഷയത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ ഏറ്റുപറഞ്ഞ് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെച്ച് ഏറ്റുപറയേണ്ടത് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഇതിലേക്ക് കൈ നീട്ടുവാൻ ഇന്ന് പകൽക്കാലം ദൈവസഭയെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. വെറുതെ എടുത്തു കുടിച്ച് തിന്നേച്ചു പോകാനുള്ളതല്ലിത്. ഇനി ജനിക്കാനിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വരെ ഇപ്പോഴുള്ളവർക്കും കൂടെ എന്റെ കർത്താവ് ഹല്ലേലൂയ നിവർത്തിയാക്കുവാൻ അവയെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ വിശ്വാസത്തോടെ മുന്നോട്ട് പോയെങ്കിൽ, ഒരു ചെറിയ വിഷയത്തിന് വേണ്ടി നീ പുറകോട്ട് പോകാൻ മാറി നിൽക്കുന്നുവെങ്കിൽ, ക്ഷീണമാകർത്ത ഒരു മന്ദതയ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയില്ല. ഇല്ല ദൈവമക്കളെ, നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഒരു സാധ്യത അവൻ നീ കാണാത്ത ഒരു സാധ്യത, ഒരു അസാധ്യത്തെ സാധ്യമാക്കുന്ന സാധ്യത നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ അതിൽ നിന്ന് പിന്മാറ്റുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, ഇത് കൈനീട്ടുവാൻ തക്കവണ്ണം എനിക്ക് ചെറിയ അയോഗ്യത ഉണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ, കർത്താവേ ഒരു സ്റ്റെപ്പ് ഞാൻ പുറകോട്ട കർത്താവേ, എനിക്ക് ചിലത് ചെയ്തെടുക്കാനുണ്ട് കർത്താവേ, എനിക്ക് ചില നിരപ്പ് പ്രാപിക്കാനുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ഏറ്റുപറയുന്നു കർത്താവേ, ഹല്ലേലൂയ. ഞാൻ കഷ്ടതയിലാണെങ്കിലും ഞാൻ വേദനയിലാണെങ്കിലും എനിക്ക് വെച്ചിരിക്കുന്ന ഒരു സാധ്യത ഞാൻ മുന്നിൽ കാണുന്നു. അത് പ്രാപിപ്പാൻ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അവന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ ദൈവമക്കളെ ഹല്ലേലൂയ, ആ സാധ്യത മുന്നിൽ കാണണം. ഏത് വിഷയമാകട്ടെ, നീ കഴിഞ്ഞ 4 വർഷമായി 10 വർഷമായി 2 മാസമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ മറുപടിയില്ല എന്ന് വിചാരിച്ച് പുറകോട്ട് വെക്കേണ്ട സ്റ്റെപ്പല്ല. വിശ്വാസത്താൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി നല്ലതൊരുക്കിയിട്ടുണ്ട്, അവൻ ആ ലോഡ്ഷിപ്പിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ കർത്താവേ, പ്രൈസ് ദി ലോർഡ്. അയ്യമാനെ, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സാധ്യത 6 പ്രാവശ്യം മുങ്ങിയിട്ട് നീ കണ്ടില്ല. നിന്റെ ബുദ്ധിക്ക് ചില ചിന്തകൾ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം നീ അനുസരിക്കാൻ തയ്യാറായ, ഹല്ലേലൂയ, അവൻ ഒരു സാധ്യതയുമില്ലാത്ത ഈ കുഷ്ഠം മാറണമെങ്കിൽ, അവയെ നീ കാത്തിരുന്ന് ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ ദൈവത്തിന്റെ വചനം അതുപോലെ അനുസരിക്കുവാൻ 7ാമത്തെ പ്രാവശ്യം നീ ഒന്ന് മുങ്ങി നോക്ക്. 7ാം പ്രാവശ്യം ഒന്ന് മുങ്ങി നോക്ക്. അവയെ നിന്നെ സ്തോത്രം പിഞ്ചു പൈതലിനെ പോലെ പുറത്തെടുക്കുന്ന ഒരു സാധ്യത നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ സാധ്യത നീ കാണണം കുഞ്ഞേ. You have to see what the possibility God has given in your career, in your future. Hallelujah. You have to see that. Hallelujah. Nothing should be can pull you back from the Lord. If you are in something you are back, maybe your education, wisdom, your intelligence, don't worry, God will provide. That's what God called you and selected you. God is given you, prepared some possibilities from all the impossibilities in your career, in your future, if you step forward in faith. ഇന്ന് വിശ്വാസത്താൽ നിന്റെ ചുവടുകൾ വയ്ക്കാൻ കഴിയുന്നെങ്കിൽ, ഹല്ലേലൂയ. ഞാൻ കടന്നു പോകുന്നൊരു വലിയ വേദനയുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ കടന്നുപോയൊരു വേദനയുണ്ടായിരുന്നു എന്റെ മൂത്ത മക്കളുടെ വിഷയത്തിൽ. പഠിച്ചു റെസിഡൻസി കിട്ടുന്നില്ല, ഒരു സാധ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. പുറകോട്ട് പോകാനില്ല. ദൈവസന്നിധി മുട്ടുമടക്കും. ദൈവസന്നിധി മുട്ടുമടക്കുന്നെങ്കിൽ ദൈവമേ, അസാധ്യത്തെ സാധ്യമാക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. 2ാമത്തെ കൊച്ചുമകൻ പ്രൈസ് ഒരു സാധ്യതയുമില്ല. എങ്കിൽ നിരാശപ്പെടുന്നില്ല, പുറകോട്ട് പോവുകയല്ല, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക. ദൈവം ചില സാധ്യതകൾ ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് പലതും വിധി എഴുതി ഇല്ല.
Hallelujah. എന്റെ ദൈവം ഒരു സാധ്യത ഒരുക്കിയിട്ടുണ്ട്. ഒരു possibility. Oh, Lord has prepared a possibility. Before me. So I won't go back. I will step forward. I will go forward in faith and in the Lordship of Jesus Christ. Glory. Hallelujah. എന്റെ കർത്താവിന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അവന് സാധ്യമായതോ അസാധ്യമായതൊന്നുമില്ല. അവൻ പത്രോസേ, നിന്റെ വാൾ ഉറയിലിട് എന്ന് ദൂതനോട് കൽപ്പിച്ചാൽ ഇവരെ തകർക്കാൻ എന്റെ കയ്യിൽ ശക്തിയുണ്ട്. പക്ഷെ അതല്ല എന്റെ കർത്താവിന്റെ ഉദ്ദേശം. എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. പക്ഷെ ഒരുക്കിയിരിക്കുന്ന സന്തോഷം ഓർത്താൽ തലയിലൊരു മുൾക്കിരീടം ഒരു വിഷയമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും ദേവസ്വം എഴുന്നേറ്റ് നിൽക്കാം. Praise the Lord. ഇതിലേക്ക് കൈനീട്ടുന്നതിന് മുമ്പായി നമ്മുടെ വിശ്വാസത്തിന്റെ ചുവടുകൾ എവിടെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വന്നാട്ടെ. എവിടെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസ്ഥ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമക്കളെ, ഇതിൽ നാട് ഒഴിഞ്ഞിരിക്കുവാൻ പ്രമാണമില്ല. ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞിരിക്കുന്നെന്ന് അവൻ ഞാൻ ഒഴിഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിസ്സാര കാര്യത്തിന് പുറകോട്ട് പോയി. കർത്താവേ, നിന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമ്പോൾ, ഇത് ഭക്ഷിക്കുമ്പോൾ ഞാൻ എവിടെയാണോ മുന്നോട്ട് വരേണ്ടത്, ഞാൻ എവിടെയാണോ നിന്റെ ഗീതം ചെയ്യേണ്ടത്, എവിടെയാണോ നിരപ്പ് പ്രാപിക്കേണ്ടത്, അത് പ്രാപിച്ച് ഇതിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ ഇന്ന് പകൽ എന്നെ ഏൽപ്പിക്കുന്നു. ഏത് പാപമാകട്ടെ, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് വെള്ളം പോലെ പഞ്ഞ പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ രക്തം അത് എന്നെയും നിന്നെയും മുന്നിൽ കണ്ട സന്തോഷം ഓർത്ത് സഹിച്ചുവെങ്കിൽ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീ, ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീ. ദൈവമക്കളെ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ആമേൻ അവന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നുവെങ്കിൽ ഇന്ന് പകൽ ആ സാധ്യത വെളിപ്പെടുത്തുമെന്ന് ദൈവത്താവളങ്ങിയ ഇന്ന് പകൽ ആ സാധ്യത വെളിപ്പെടുത്തും. നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ സാധ്യത വെളിപ്പെടുത്തും. എന്റെ കർത്താവ് വെളിപ്പെടുത്താൻ വിശ്വസ്തനാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. Those who are watching through the live online, oh hallelujah, submit yourself before God. Whatever the situation comes here and they're pulling back, amen, hallelujah, there is a possibility before you. Remember that God has given, submit you under the Lordship of Jesus Christ. Praise the Lord. അസാധ്യത വെളിപ്പെടട്ടെ. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സെപ്റ്റംബർ മാസം 14 വരെയും ഈ സമയം വരെ ഈ ഭൂമി ജീവിപ്പാൻ നീ അവസരം തന്നു കർത്താവേ. വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, ഭീഷണികൾ ഉണ്ടായിരുന്നു കർത്താവ്, ഇല്ലായ്മകളുണ്ട്, പട്ടിണി പരവേഷങ്ങളുണ്ട് കർത്താവേ. ഓ സ്തോത്രം കർത്താവേ. ജോലിയുടെ വിഷയമുണ്ട്, വിസയുടെ വിഷയമുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നീ കേൾപ്പിച്ചതുപോലെ ആ സാധ്യത മുന്നിൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ സാധ്യത മുന്നിൽ കണ്ട് മുന്നോട്ട് കാൽ വയ്ക്കുന്ന ദൈവജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആരാധിച്ചാട്ടെ. ഇന്ന് പകരം വിടുതൽ വ്യാപിക്കട്ടെ, ഒരു സൗഖ്യം വ്യാപിക്കട്ടെ. കർത്താവ് ഒരുക്കിയിരിക്കുന്ന സൗഖ്യം, ഓ ഹല്ലേലൂയ, ആരും കണ്ടിട്ടില്ലാത്ത സൗഖ്യം, ഒരു സാധ്യത ആ കുടുംബത്തിൽ വെളിപ്പെടുവാൻ, ജോലിയിൽ വെളിപ്പെടുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, നിങ്ങൾ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സൗഖ്യമില്ലാതിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ ഗ്ലോറി. കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്നവർക്ക് വേണ്ടി, പ്രഗ്നൻസ് ആയിട്ടായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പാ, ഈ ദിവസങ്ങളിൽ അപ്പാ ഒന്നുകൊണ്ടും പുറകോട്ട് പോകാതെ കർത്താവെ മുൻപിൽ വെച്ചിരിക്കുന്ന വലിയ സാധ്യത ഓർത്തുകൊണ്ട് കാലുകൾ മുന്നോട്ട് വയ്ക്കുവാൻ, വിശ്വാസത്തിൽ മുന്നോട്ട് വയ്ക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ കർത്താവേ. പതികളെ തിരുമേശയിൽ നിന്ന് ഭാഗമാക്കാൻ ഒരുങ്ങുന്നു. ഞങ്ങളെ പ്രാഗൽഭ്യമുള്ളവരാക്കണമേ. ആരും തെറ്റി ഒഴിഞ്ഞു നിൽക്കാതെ ഏറ്റുപറഞ്ഞത് ഏറ്റെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ജനത്തെ നീ ഒരുക്കിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ
ക്രൂശിന്മേൽ കാണുന്ന വലിയൊരു സാധ്യത ഒരുക്കി വെച്ച് പ്രാണനെ വിട്ടു. കർത്താവെ, പിതാവെ, പൂർത്തിയായി നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവിനെ ഓർപ്പിച്ചുകൊണ്ട് ആമേ ചില വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അതിനായി കർത്താദാസന്മാരെ ക്ഷണിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 8 വരെ, അതിനുശേഷം 10-ാമത്തെ വാക്യം വായിക്കുന്നു. ബുക്ക് ഓഫ് ഐസയ്യ, ചാപ്റ്റർ 53. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും.